അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനറി ട്രീ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. അപ്പം നമ്മൾ നേരത്തെ ബൈനറി ട്രീയിൽ കണ്ട പോലെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചാണ് ഇവിടെ നമ്മൾക്ക് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ റിട്ടേൺ ചെയ്യാം. സോ ഇങ്ങനെ ഒരു ട്രീ തരുമ്പോൾ അതിൻ്റെ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ 3, 9, 20, 15, 7 ഓരോരോ ലെവൽ ബൈ ലെവലായിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അതിനെ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ക്യൂ ഡേറ്റ സ്ട്രക്ചർ എടുത്തിട്ട് ഈ ട്രീൻ്റെ ഓരോ ലെവലിലുള്ള നോട്ട്സിനെയും ക്യൂയിലോട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ക്യൂയിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതിലോട്ട് ആൻസർ അറയിലോട്ട് പുഷ് ചെയ്യുക. അതാണ് ഇനിഷ്യൽ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് കോഡ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്യൂ ഡേറ്റ സ്ട്രക്ചർ നമുക്ക് വെക്കാം. നമുക്ക് അറേ വെച്ച് തന്നെ ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആൻഡ് അതിലോട്ട് നമുക്ക് റൂട്ടിനെ ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഈ ക്യൂ എം ടി ആവുന്നവരെ ഒരു വൈൽ ലൂപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ വൈൽ ക്യൂ ഡോട്ട് ലെങ്ത് നോട്ട് ഈക്വൽ ടു 0 ആവുന്നവരെ ഒരു വൈൽ ലൂപ്പ് ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫോർ ലൂപ്പിൽ ഈ ക്യൂവിൻ്റെ അകത്തുള്ള ഡേറ്റേനെ ഐട്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഇത് 1 ആയിരിക്കും, പക്ഷെ ഓരോ ലെവൽ പോകുന്തോറും നെക്സ്റ്റ് ലെവൽ ക്യൂവിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് പോകും. ഓക്കെ, ഇനിഷ്യലി ക്യൂ ഈസ് ഈക്വൽ ടു 0 ആൻഡ് നമുക്ക് ക്യൂവിൻ്റെ ലെങ്ത്തിന് ഒരു വേരിയബിളിലോട്ട് വെക്കാം, ക്യൂ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പുഷും പോപ്പും ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ക്യൂ ഡോട്ട് ലെങ്ത്തിന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അത് ഡ്രൈ റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒരു സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ക്യൂവിൻ്റെ ലെങ്ത്തിനെയും വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കറണ്ട് നോഡ് ക്യൂവിൽ നിന്ന് ഷിഫ്റ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ക്യൂവിലോട്ട് തന്നെ പുഷ് ചെയ്യാം കറണ്ട് ഡോട്ട് ലെഫ്റ്റിനെ. ഓക്കെ, ഇതേപോലെ തന്നെ കറണ്ട് ഡോട്ട് റൈറ്റ് ഉണ്ടെങ്കിൽ ക്യൂവിലോട്ട് പുഷ് ചെയ്യാം കറണ്ട് ഡോട്ട് റൈറ്റിനെ. ഓക്കെ, ഇനി ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂവിലോട്ട് പുഷും പോപ്പും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇനി റിസൾട്ട് അറേ, അതിനുവേണ്ടി ലെറ്റ് ലെവൽ അറേ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാണാം ഓരോ ലെവലിനും വേണ്ടിയും ഓരോ അറേൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനുവേണ്ടി നമുക്ക് ലെവൽ അറേ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഇനിഷ്യലി എം ടി ആയിട്ട് വെക്കാം. എന്നിട്ട് ഓരോ സമയം ക്യൂ പുഷ് ചെയ്യുമ്പോഴും ഈ ലെവൽ അറേയിലോട്ട് നമുക്ക് കറണ്ടിനെ നമുക്ക് പുഷും ചെയ്യാം. ലെവൽ അറേ ഡോട്ട് പുഷ് കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ഒരു അറേൻ്റെ അകത്താണ് എല്ലാ ലെവൽ അറേസിനെയും പുഷ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് ഒരു ആൻസർ അറേ അല്ലെങ്കിൽ ഒരു റിസൾട്ട് അറേ നമുക്ക് ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് അറേയിലോട്ട് ലെവൽ അറേ പുഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റിസൾട്ട് അറേ റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. ഓക്കെ, കറണ്ട് ഡോട്ട് ലെഫ്റ്റ് വരുമ്പോഴത്തേക്കുള്ള നൾ ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. സോ കറണ്ട് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറണ്ട് ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് ഷിഫ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ റൂട്ട് നള്ളാണെങ്കിൽ ബേസ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നോട്ട് റൂട്ട്, ഓക്കെ, റിട്ടേൺ റൂട്ട് കൊടുക്കാം. ഓക്കെ, റിട്ടേൺ റൂട്ട് അല്ല, എം ടി ആണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ എം ടി അറേ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, നള്ളാണെങ്കിലും ഇതാണെങ്കിലും എം ടി അറേ ആണ് കൊടുക്കേണ്ടത്. ടൈപ്പിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അക്സെപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഓരോ ലെവൽ ബൈ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡി എഫ് എസ് പോലെയല്ല, ഇത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ്, ബി എഫ് എസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രീ തന്നിരിക്കുന്നതിൻ്റെ ഓരോ ലെവൽ ബൈ ലെവലായിട്ട് നമുക്ക് തന്നിട്ടുള്ള, ഇപ്പോൾ ഇവിടെ ഈ ട്രീ നോക്കുവാണെങ്കിൽ തന്നെ 3 ഉണ്ട്, പിന്നെ ഇവിടെ 9 ഉണ്ട്, പിന്നെ ഇവിടെ 20 ഉണ്ട്,
പിന്നെ 20-ന് 15-ഉം 7-ഉം ഉണ്ട്. ഓക്കെ, 15-ഉം 7-ഉം ഉണ്ട്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഐട്രേറ്റ് ചെയ്യാനുള്ളത് ഓരോരോ ലെവലായിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂസാണ് റിട്ടേൺ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ കോഡിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു ക്യൂ ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ക്യൂ നമുക്കിവിടെ ഇനിഷ്യലൈസ് ചെയ്യാം. ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ സ്ട്രക്ചർ ഇനിഷ്യലൈസ് ചെയ്യാം. ക്യൂ നമുക്ക് അറിയാവുന്ന പോലെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഫിഫോ ഫോർമിലായിരിക്കും ഇതിലെ ഇൻസേർഷൻ ഡിലീഷനും നടക്കുന്നത്. നമുക്കറിയാം ആദ്യം എൻ്റർ ചെയ്യുന്നതായിരിക്കും ആദ്യം തന്നെ എക്സിറ്റ് ആവുന്നത് പോപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷിഫ്റ്റ് യൂസ് ചെയ്യുന്നത് അറേ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ഇവിടെ ലീഡ് കോഡിൽ നമുക്ക് ക്യൂന്ന് തന്നെ ഇമ്പോർട്ടും ചെയ്യാം. പ്രയോറിറ്റി ക്യൂ നമ്മൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്തു അതേപോലെ ക്യൂ എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാം. പക്ഷെ അറേയിൽ നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഇത് അറേ വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അറേയിൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് അറേയുടെ ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ആണ് കിട്ടുന്നത്, ഫ്രണ്ടിലുള്ള എലമെന്റ് ആണ് കിട്ടുന്നത്. സോ എഫക്റ്റീവ്ലി ക്യൂവിന്റെ അതേ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറേ വെച്ച് തന്നെ മിമിക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ചെയ്തത് ക്യൂവിലോട്ട് ഇനിഷ്യലി റൂട്ടിനെ പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്യൂവിലോട്ട് ഇനിഷ്യലി 3 പുഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്യൂവിലോട്ട് റൂട്ടിനെ പുഷ് ചെയ്തു. അതിന്റെ ക്യൂ ഡോട്ട് ലെങ്ത് നോട്ട് ഈക്വൽ ടു 0 ആണ്, ഇത് ട്രൂ ആണ്. അപ്പൊ ഈ വൈൽഡ് അകത്ത് കയറി. എന്നിട്ട് നമ്മളിവിടെ ക്യൂവിന്റെ ഇത് സൈസ് എന്ന് പറഞ്ഞിട്ട് ക്യൂവിന്റെ സൈസ് നമ്മളിവിടെ ലെങ്ത് എടുത്ത് വെച്ചു. ഇവിടെ ഈ ലെങ്ത് എടുത്ത് വെച്ചതിന്റെ റീസൺ തന്നെ ഇതിപ്പോ ലെസ് ദാൻ ക്യൂ ഡോട്ട് ലെങ്ത് ആക്കി വെച്ചിട്ട് ഇതിന്റെ അകത്ത് ക്യൂവിന്റെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈമും ഇത് ക്യൂ ഡോട്ട് ലെങ്ത് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ആ ലെവലിന്റെ കറക്റ്റ് ഫോർ ലൂപ്പ് റൺ ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് മുന്നേ ക്യൂവിന്റെ ലെങ്ത് ഒരു വേരിയബിളിലോട്ട് എടുത്ത് വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് ഇസ് ഈക്വൽ ടു ക്യൂ ഡോട്ട് ഷിഫ്റ്റ്. അപ്പോൾ ക്യൂവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ കറണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് 3നെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ടോ നോക്കി. ഇപ്പൊ ഇതാണ് കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഡോട്ട് ലെഫ്റ്റ് ഉണ്ട്. ലെഫ്റ്റ് ഉള്ളതുകൊണ്ട് ക്യൂവിലോട്ട് കറണ്ട് ഡോട്ട് ലെഫ്റ്റിനെ പുഷ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി, ക്യൂവിനെ നമ്മൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് 9നെ പുഷ് ചെയ്തു. അതേപോലെ കറണ്ട് ഡോട്ട് റൈറ്റ് ഉണ്ടോ നോക്കി. കറണ്ട് ഡോട്ട് റൈറ്റ് ഉണ്ട്, 20 ആണ്. അപ്പൊ എന്ത് ചെയ്തു, 20നെ നമ്മൾ ക്യൂവിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, അപ്പൊ 9ഉം 20യും ക്യൂവിലോട്ട് പുഷ് ആയി. അത് കഴിഞ്ഞിട്ട് ലെവൽ അറയിലോട്ട് കറണ്ട് ഡോട്ട് വാല്യൂ പുഷ് ചെയ്തു. അപ്പൊ കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ് കറണ്ട്. അപ്പൊ കറണ്ട് ഡോട്ട് വാല്യൂ അതിനെ പുഷ് ചെയ്തു ലെവൽ അറയിലോട്ട്. ക്യൂവിന്റെ സൈസ് 1 ആയതുകൊണ്ട് ഒരു പ്രാവശ്യം റൺ ചെയ്യുള്ളൂ. റിസൾട്ടിലോട്ട് ലെവൽ അറേ പുഷ് ചെയ്തു. അപ്പൊ എന്തായി, നമ്മുടെ റിസൾട്ടിലോട്ട് ഇത്രയും സാധനങ്ങൾ പുഷായി ഇരിക്കുകയാണ്, ഇത്രയും ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 9ഉം 20 ആണ് വരേണ്ടത്. നോക്കുമ്പോൾ എന്താണ്, ക്യൂവിൽ നമ്മൾ ക്യൂവിന്റെ സൈസ് നോക്കുമ്പോഴത്തേക്ക് 2 ആണ്. അപ്പൊ 2 ടൈംസ് ക്യൂ റൺ ആവുന്നു, ഈ ഫോർ ലൂപ്പ് റൺ ആവുന്നു, കറണ്ട് ഓരോന്നായിട്ട് എടുക്കുന്നു. കറണ്ട് ഇനിഷ്യലി 9 ആവുന്നു. 9ന്റെ ലെഫ്റ്റിലുണ്ടോ നോക്കുന്നു, ഒന്നുമില്ല. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് റൺ ആവില്ല. ലെവൽ അറയിലോട്ട് നേരെ 9 പുഷ് ആവും ലെവൽ അറയിലോട്ട്. അത് കഴിഞ്ഞിട്ട് 20 വരുന്നു. ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 20 വരുന്നു. 20 വന്നിട്ട് കറണ്ട് 20 ആയിട്ട് അപ്ഡേറ്റ് ആവുന്നു. 20 ആയിട്ട് 20യുടെ ലെഫ്റ്റ് റൈറ്റ് നോക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റും 15 ഉണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും 15ഉം വരും, പിന്നെ 7ഉം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ റിക്കേഴ്സീവ്ലി ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോറി, റിക്കേഴ്സീവ്ലി അല്ല, ഇവിടെ ഐട്രേറ്റീവ്ലി ആണ്. ക്യൂവില് ഇതിങ്ങനെ ഈ വൈൽ ലൂപ്പ് ക്യൂ പോപ്പുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതോളം, ക്യൂ എം ടി ആവുന്നവരെ ഈ വൈൽ ലൂപ്പ് റണ്ണായി ലെവൽ അറയിലോട്ട് പുഷ് ചെയ്യുന്നു. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതിനെയും പോപ്പ് ചെയ്യുന്നു ലെവൽ അറയിലോട്ട്. ഇവിടെ ഇത് 920 വരുന്നു. എന്നിട്ട് ആ റിസൾട്ടിലോട്ട് വീണ്ടും നെക്സ്റ്റ് 920 പുഷ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 15-17 സിമിലർലി ഇതിൽ നിന്ന് പോപ്പ് ചെയ്തെടുത്തിട്ട് അതേപോലെ സംഭവിക്കുന്നു. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്, ഇതിന് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ നേരത്തെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്ക് വെച്ചാണ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ക്യൂ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമാണ് ഇതിന്റെ ഒരു നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിന് ക്യൂ ആണെന്ന് ഓർത്താൽ തന്നെ നമുക്ക് ക്യൂ വെച്ചിട്ട് ഇനിഷ്യലി ക്യൂവിലോട്ട് പുഷും പോപ്പും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാനും ഈസിയർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യാ, താങ്ക് യു.